ചാവക്കാട് നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കില്ലെന്ന് ആരോപിച്ച് കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണിയുള്ളത്. എടത്തിരുത്തി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈപ്പമംഗലം ചെളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിലെ TKS പുരത്ത് 17 വയസ്സുകാരന് കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. മേത്തല TKS പുരം സ്വദേശി രാഹുലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, വാർത്തകൾ വിശദമായി. ചാവക്കാട് നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടി എടുക്കുന്നില്ലെന്ന് ആരോപിച്ച് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. ലൈഫ് ജാക്കറ്റ് ധരിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധത്തിനെത്തിയത്. നഗരസഭയുടെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നഗരസഭയുടെ 5ാം വാർഡിലെ കൗൺസിലറായ ഷാഹിദ മുഹമ്മദ് ഒരു വിഷയം ഉന്നയിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ഷാഹിദ മുഹമ്മദ് അടക്കമുള്ള തെക്കഞ്ചേരിയിലെയും വഞ്ചിക്കടവിലെയും അതുപോലെ തന്നെ 19ാം വാർഡിലെ ജനങ്ങളുമൊക്കെ വെള്ളത്തിൽ മുങ്ങി പുറത്തിറങ്ങാൻ കഴിയാതെ, കുടിവെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ആഴ്ചകളോളം ദുരിതമനുഭവിക്കുമ്പോൾ ഇവിടെ ഒരു നഗരസഭ, അതിനെ നഗരസഭ എന്നല്ല വിളിക്കേണ്ടത്, നരകസഭ എന്നാണ് വിളിക്കേണ്ടത്. ആ നഗരസഭ ചെയർമാൻ ഷാഹിദ മുഹമ്മദിന്റെ വാക്കുകൾ കേൾക്കുന്നതിനോ ആ പ്രദേശത്തെ ജനങ്ങളെ ഒന്ന് നേരിൽ കണ്ട് ആശ്വാസ വാക്കുകൾ ചൊരിയുന്നതിനോ സമ്മതമല്ല എന്ന് പറയുന്ന ധിക്കാരിയായ ഈ നഗരസഭയ്ക്കെതിരെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ ജനപക്ഷത്തിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച് സമരവുമായി പുറത്തുവന്നിരിക്കുകയാണ്. സ്ഥിതിയിലാക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ധിക്കാരികളായ ചെയർപേഴ്സണും. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണിയുള്ളത്. തൊഴിലാളികളുടെ പേരിൽ CPM ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. 2021-22 സാമ്പത്തിക വർഷത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ പഞ്ചായത്തിലെ കർഷകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൗജന്യമായി പണിത് നൽകാമെന്ന് അറിയിച്ച് അപേക്ഷ ക്ഷണിച്ചത്. ആദ്യഘട്ടത്തിൽ 19 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയെ വെണ്ടറായി ചുമതല നൽകുകയും ചെയ്തു. പിന്നീട് ഈ ഗുണഭോക്താക്കളെ വിളിച്ച് 1 ലക്ഷം മുതൽ 1,60,000 രൂപ വരെ ഇവരുടെ പേരിൽ CPMന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിച്ചു. ഈ തുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടക്കര സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു. ഈ പണം പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്നാണ് പ്രസിഡന്റ് ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത്. എന്നാൽ പണം ലഭിക്കാൻ കാലതാമസം നേരിട്ടപ്പോൾ പല പ്രാവശ്യം ഈ വിഷയം ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു. ബാങ്കിൽ നിന്ന് യാതൊരുവിധ ബാധ്യതയും ഗുണഭോക്താക്കൾക്ക് വരില്ലെന്നും തുക പഞ്ചായത്ത് ഏറ്റെടുക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത്. എന്നാൽ 3 വർഷമായിട്ടും ബാങ്കിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളായ ഗുണഭോക്താക്കൾക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞെങ്കിലും തനിക്കറിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണിതെന്നുമാണ് പ്രസിഡന്റ് പറയുന്നത്. 6 മാസത്തിനുള്ളിൽ പൈസ തരാം, കൂടിയ 8 മാസം വരെ ആവുള്ളൂ.
എന്ന് പറഞ്ഞ സഹകരണ സംഘത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഏലക്കരക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ലോണാക്കി പണി കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിന്റെ പ്രതികരണം കിട്ടിയില്ല. ഇന്നലെയാണ് ഞങ്ങൾക്ക് വേണ്ടി നോട്ടീസ് വന്നത്. 2,17,000 രൂപ ഞാൻ അടയ്ക്കണം. 15 ദിവസത്തിനകം നടപടി എടുക്കുമ്പോൾ വന്നു. അതിന് പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ വന്നപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് മസോ അടിക്കാതെയാണ് ഈ പണി നടന്നത്. പണി നടന്നു ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന്. 6 മാസമായിട്ട് ഇതിന്റെ മേൽനടപടികൾ ഞങ്ങൾക്ക് റീഫണ്ട് ഒന്നും വരാത്ത പക്ഷെ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരിക്കണേ ഫണ്ട് വരാത്തതുകൊണ്ടല്ല, ഈ മറ്റേ മസ്റ്റർ അടിക്കാത്ത കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞങ്ങളെല്ലാം ബാധ വന്നപ്പോ അന്നുണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചു കിട്ടുമെന്ന്. അന്നുണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലല്ലോ. ഇനിയിപ്പോ ഇതിന് ഞങ്ങൾ പലിശ കൂടുതൽ അടക്കേണ്ടി വെച്ചപ്പോ അതിനെന്തെങ്കിലും ഞങ്ങൾ പോം വഴി ഉണ്ടാക്കാന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് വഞ്ചനയാണെന്നും പാവപ്പെട്ട തൊഴിലാളികളെ ബലിയാടാക്കി വൻ തട്ടിപ്പാണ് പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ആദ്യഘട്ടത്തില് 19 ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ചെലവ് വരുന്ന രീതിയിൽ തൊഴുത്തും ആട്ടുകൂടും പണിതു കൊടുക്കുകയും ആ ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് ഈ ഏജൻസിക്ക് കൈമാറുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ആ ഗുണഭോക്താക്കളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. പാവപ്പെട്ട 19 ഗുണഭോക്താക്കളെ വഞ്ചിച്ച് അതിന്റെ അഴിമതി പിൻപറ്റി ഇപ്പൊ ഒന്നും അറിയില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ബന്ധപ്പെട്ട ആളുകളും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്ന് യാഥാർത്ഥ്യം ആളുകൾക്ക് മുന്നിൽ ഒന്ന് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങളെ ജപ്തിയിലേക്ക് തള്ളിവിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഉടൻ ഇതിന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ഇവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് നേതാക്കളായ NK കബീർ, PS സുനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റിജി ജോർജ് എന്നിവരോടൊപ്പം എത്തിയ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ പരാതി നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. എടത്തിരുത്തി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം ചെളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസിന്റെ മൃതദേഹമാണ് പെരിനനം കോവിലകത്ത് കനോലി കനാലിൽ നിന്ന് ഇന്ന് രാവിലെ കണ്ടെത്തിയത്. ബുധനാഴ്ചയാണ് കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായത്. തെരച്ചിൽ നടത്തിയിരുന്ന എയർഫോഴ്സ്മെന്റിന്റെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. തോട്ടുങ്ങൽ ക്ഷേത്രത്തിന് സമീപം കനാലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. 2 ദിവസമായി NDRF ടീമും എയർഫോഴ്സ് സ്കൂബ ടീമും നാട്ടുകാരും ചേർന്ന് ഡിക്കി ബോട്ടുകളും നാടൻ വഞ്ചികളും ഉപയോഗിച്ച് മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയിട്ടും യുവാവിനെ കണ്ടെത്താനായില്ല. കാട്ടൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കും. കൊടുങ്ങല്ലൂരിലെ TKS പുരത്ത് 17 വയസ്സുകാരന് കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. മേത്തല TKS പുരം സ്വദേശി പയ്യപ്പിള്ളി വീട്ടിൽ ബഡ്സ് എന്ന് വിളിക്കുന്ന രാഹുലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കശ്യപ്പനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, NDPS ആക്ട് എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. രാഹുൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും സ്ത്രീയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. ജൂനിയർ SI വൈഷ്ണവ്, ASI ശ്രീകല, ഡ്രൈവർ CPO അരുൺ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി വനപ്രദേശത്ത് മേയാൻ വിട്ട ആടുകൾ കാണാതായ സംഭവത്തിൽ ആശങ്കയേറുന്നു. തെക്കുംകര പഞ്ചായത്തിലെ ഊരോക്കോട്, കൊറ്റങ്കോട്, വെള്ളിത്തേരി, തിരിയാണിയുടെ 9 ആടുകളെയാണ് സമീപത്തുള്ള വനപ്രദേശത്തിനടുത്തുള്ള സ്ഥലത്തേക്ക് മേയാൻ വിട്ടത്. കൂടെ ഉടമസ്ഥനും പോകുക പതിവാണ്. ആടുകളെ നിരീക്ഷിച്ച് അല്പസമയം കഴിഞ്ഞ് വയോധികനായ തിരിയാണി തിരിച്ചു പോരും. വൈകുന്നേരമാകുന്നതോടെ ആടുകൾ തിരിച്ച് വീട്ടിലെത്തുകയാണ് പതിവ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. ആടുകൾ നിശ്ചിത സമയം കഴിഞ്ഞ് എത്താത്തതിനെ തുടർന്ന് പരിസരത്തുള്ളവരെയും കൂട്ടി പ്രദേശമാകെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. വർഷങ്ങളോളമായി ആടുകളെ വളർത്തി പാലും മറ്റും വിറ്റ് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് തിരിയാണി. ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോയവർ മൃഗങ്ങൾ പിടികൂടിയോ എന്നറിയാത്ത വിഷമത്തിലാണ് തിരിയാണിയും കുടുംബവും. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 15 കൊല്ലമായി ഞാൻ ആടുകളെ നോക്കുന്നു. ഈ 15 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആദ്യമായിട്ടൊരു സംഭവം ഇങ്ങനെ. ആടുകളെ വിട്ടു കഴിഞ്ഞ ശനിയാഴ്ച ആടുകളെ വിട്ടു. ആടുകൾ ഇങ്ങനെ പോയി അങ്ങോട്ട് കയറാൻ പോണത് കണ്ടു. പിന്നെ ആടുകളെ കണ്ടിട്ടില്ല.
ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തി റോഡരികിൽ മാലിന്യം തള്ളി യുവാക്കൾക്ക് 4000 രൂപ പിഴ ഈടാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. ഇരിങ്ങാലക്കുട നഗരസഭ വാർഡ് 25-ൽ KSRTC റോഡിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ റോഡരികിൽ കവറിലാക്കിയ മാലിന്യം വലിച്ചെറിഞ്ഞ് കടന്നുകളഞ്ഞത്. എന്നാൽ റോഡരികിലെ വീട്ടുകാർ സ്ഥാപിച്ചിരിക്കുന്ന CCTVയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. വീട്ടുകാർ ദൃശ്യങ്ങൾ സഹിതം ഇരിങ്ങാലക്കുട നഗരസഭയിൽ പരാതി നൽകുകയും ബൈക്കിന്റെ നമ്പർ കണ്ടെത്തി ഇവരെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ തെളിവുകൾ സഹിതം കണ്ടെത്തി പരാതി നൽകുന്നവർക്ക് അവരിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുകയുടെ 25% പാരിതോഷികമായി ലഭിക്കുകയും ചെയ്യും. ഇതനുസരിച്ച് CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയ വീട്ടുകാർക്ക് 1000 രൂപ പാരിതോഷികമായി ലഭിക്കുമെന്നും ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഈ പദ്ധതിയിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ആദ്യ പരാതി ഇതാണെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. നഗരസഭ ഈ വർഷം തന്നെ നേരിട്ട് നടത്തിയ പരിശോധനയിൽ അടക്കം പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി ആകെ 3,20,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് താന്നിയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ ഇരുന്നും വാഴനട്ടും പ്രതിഷേധം നടത്തി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി NS അയ്യൂബ്, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവൻ, ന്യൂനപക്ഷ സെൽ ജില്ലാ വൈസ് ചെയർമാൻ ഹബീബുള്ള പട്ടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിനെ ഇന്ന് ചോദ്യം ചെയ്യും. എറണാകുളം SP-യുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുക. 2 ആഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് മരട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പറവ ഫിലിംസ് പാർട്ട്ണർമാരായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സിനിമയിൽ 40% ലാഭം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ 7 കോടി തട്ടിയെന്ന അരൂർ സ്വദേശി സിറാജ് വലിയതുറയുടെ പരാതിയിലാണ് നടപടി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പെരിഞ്ഞനം പഞ്ചായത്ത് വളവിൽ നിർത്തിയിട്ടിരുന്ന ടോറസിന് പുറകിൽ പിക്കപ്പ് വാനിടിച്ച് കൊല്ലം സ്വദേശി വിനീതിന് പരിക്കേറ്റു. ഇയാളെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായന പക്ഷാചരണത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി രാജ്കുമാരി വിനോദ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം CD സിബി, ലൈബ്രറിയൻ സുഷമ T, K സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയിലെ വായനാ പക്ഷാചരണം അധ്യാപിക ബീന സതീഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM സുനിൽകുമാർ, വായനശാല കമ്മിറ്റി അംഗം V കുമാരി എന്നിവർ സംസാരിച്ചു. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം EH സഹീർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, വായനാ സെക്രട്ടറി IB ഹിരീഷ്, അഖിൽ വിഷോ, PG ശിവൻകുട്ടി, PM രവി, MP വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കുരിച്ചിറ ശ്രീ മഹാദേവ കലാക്ഷേത്രത്തിൽ സുംബ വർക്ക്ഷോപ്പ് നടത്തി. യൂണിയൻ സ്ഥാപകനായ ഫ്രാൻസിസ് വടക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലിഡിയ, ശീതൽ, അമിശ്രീ ലിഗേഷ്, സിജി രമേശ് എന്നിവർ സംസാരിച്ചു.
കുന്നത്തൂർ മെർച്ചന്റ് അസോസിയേഷൻ വാർഷികം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TR രാധാകൃഷ്ണൻ അധ്യക്ഷനായി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി CL റാഫേൽ, നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ AJ വർഗീസ്, വനിതാ വിംഗ് പ്രസിഡന്റ് CG ജോസ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെടിച്ചട്ടികളും ചെണ്ടുമല്ലി തൈകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, കൃഷി ഓഫീസർ AV വിജിത തുടങ്ങിയവർ സംസാരിച്ചു. നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 8ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 426ാം റാങ്കും കരസ്ഥമാക്കിയ ഗൗതം സുനിലിനെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ വസതിയിലെത്തി ആദരിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാനും പഞ്ചായത്ത് മെമ്പർമാരുമായ ആന്റോ തൊറയൻ ഗൗതം അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി MP സജീവ്, കണിമംഗലത്ത് പോൾ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തളി നെഹ്റു സ്മാരക വായനശാലയുടെയും തളി ANMM UP സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ക്ലാസ് നടത്തി. വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം KM ബീവാത്തുകുട്ടി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരി K ചിത്രലേഖ മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി CK വിനോദ് അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് VGG ജോസ്, ലൈബ്രറിയൻ C ഗീത, M പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രലേഖ രചിച്ച 4 പുസ്തകങ്ങൾ സ്കൂളിന് കൈമാറി. മസ്തിഷ്കത്തിൽ നീർക്കെട്ട് മൂലം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ 10 വയസ്സുകാരൻ സുമനസുകളുടെ സഹായം തേടുന്നു. മാപ്രാണം മാടായിക്കോണം സ്വദേശി ജോബീഷിന്റെ മകനായ 10 വയസ്സുകാരൻ ആരവാണ് ചികിത്സാ സഹായം തേടുന്നത്. മസ്തിഷ്കത്തിൽ നീർക്കെട്ട് മൂലം ഗുരുതരാവസ്ഥയിലായ ആരവ് ദിവസങ്ങളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഇപ്പോൾ തന്നെ ചികിത്സയ്ക്കായി 10 ലക്ഷത്തിലധികം രൂപ കുടുംബം ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധനരായ ആരവിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആരവിന് തിരിച്ച് ജീവിതത്തിലെത്തിക്കാൻ സുമനസുകളുടെ സഹായം തേടുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ഡോക്ടർ ജോർജ് കോലഞ്ചേരി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, വാർഡംഗം CD സിബി, PTA പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ, പ്രധാനാധ്യാപിക ജിഷ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ ജില്ലാ അതിർത്തിയായ തണത്തറ വരെ വഴിനീളെ കുഴികൾ. 4.5 കോടി രൂപ ചെലവിട്ട് 1.5 വർഷം മുൻപ് പുതുക്കിപ്പണിത റോഡാണ് പലയിടത്തായി പൊളിഞ്ഞുകിടക്കുന്നത്. മഴ ശക്തമായതോടെ കുഴികളുടെ വ്യാപ്തിയും വർദ്ധിച്ചു. രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന്റെ താഴെ സ്ഥാപിച്ച ജലവിതരണ പൈപ്പുകൾ പൊട്ടിയാണ് കുഴികൾ ഉണ്ടായത്. പട്ടാമ്പി റോഡിലെ ഇറക്കത്തിലും ഒറ്റപ്പിലാവിലും തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി റോഡ് വലിയ തോതിൽ തകർന്നിരുന്നു. ഈ ഭാഗത്തെല്ലാം താൽക്കാലിക തരികിടപ്പണി നടത്തുകയല്ലാതെ പൂർവ്വസ്ഥിതിയിലാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. തൃത്താല പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ച അരനൂറ്റാണ്ടോളം പഴക്കമുള്ള കുടിവെള്ള പൈപ്പുകളാണ് സംസ്ഥാന പാതയിൽ റോഡിന്റെ താഴെ ഭൂമിക്ക് അടിയിലൂടെ പോകുന്നത്. ഇവ മാറ്റി സ്ഥാപിക്കാതെയാണ് പാത നവീകരണം നടത്തിയത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് ജല അതോറിറ്റിയോട് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഈ നില തുടർന്നാൽ മഴക്കാലം കഴിയുമ്പോഴേക്കും റോഡിന്റെ തകർച്ച പൂർണ്ണമാകും. TCV ന്യൂസ്, കുന്നംകുളം.
ചാവക്കാട് നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷം ലൈഫ് ജാക്കറ്റ് ധരിച്ചാണ് പ്രതിഷേധത്തിനെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഹാരിസ് ചേരുന്നു. ഹാരിസ്, നിലവിൽ പ്രതിഷേധം തുടരുകയാണോ? കൌൺസിൽ ബഹിഷ്കരണമുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ മഴക്കാല മുന്നൊരുക്കത്തിന്റെ പാളിച്ചയാണോ ഇത്തരമൊരു ബഹിഷ്കരണത്തിന് കാരണം? പ്രിയങ്ക, ഇന്ന് നടന്ന ചാവക്കാട് നഗരസഭ കൗൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി കൗൺസിൽ യോഗത്തിനെത്തിയത്. നഗരസഭാ പരിധിയിലെ പുന്ന, കോഴിക്കുളങ്ങര, തെക്കഞ്ചേരി തുടങ്ങി പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഈ വെള്ളക്കെട്ടിന് നഗരസഭ ദിവസങ്ങളായിട്ടും നടപടി എടുക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് ഇന്ന് കൗൺസിൽ യോഗത്തിനെത്തിയത്. തുടർന്ന് കൗൺസിൽ യോഗം പ്രതിപക്ഷം എത്തുന്നതിന് മുമ്പ് തന്നെ കൗൺസിൽ യോഗം ആരംഭിച്ചിരുന്നു. തുടർന്ന് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിന് ബഹളം നൽകുകയും ഇതേ തുടർന്ന് നഗരസഭ ചെയർപേഴ്സൺ അജണ്ട പാസാക്കി നഗരസഭ കൗൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. തുടർന്ന് UDF കൗൺസിൽ അംഗങ്ങൾ നഗരത്തിൽ പ്രതിഷേധ ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് തന്നെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ശരി ഹാരിസ്, ചാവക്കാട് നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. തുടങ്ങിയ വിവരങ്ങളാണ് ഹാരിസ് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തൃശൂർ കോർപ്പറേഷന്റെ ബെൽമൌത്ത് കെട്ടിടം ജീർണാവസ്ഥയിൽ. വ്യാപാരികൾ പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃശൂർ സ്വരാജ് റൌണ്ടിൽ കുറുപ്പം റോഡ് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ബെൽമൌത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടമാണ് ചോർന്നൊലിച്ച് തകർച്ചാഭീഷണി നേരിടുന്നത്. കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഇരുമ്പ് കമ്പികൾ ദ്രവിച്ച് സിമന്റ് പാളികൾ അടർന്നു വീണ നിലയിലാണ്. 4 നിലകളിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള ജീവനക്കാർക്ക് ഉപയോഗിക്കാനുള്ള ശുചിമുറിയുടെ അവസ്ഥയും പരിതാപകരമാണ്. തൃശൂർ നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുമ്പോഴും കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്വന്തം കെട്ടിടത്തിന്റെ സുരക്ഷ പോലും ഉറപ്പാക്കാനാവുന്നില്ല. നടുവിലാൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നഗരഹൃദയത്തിലുള്ള ബെൽമൌത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഇവിടെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് മുൻ കൌൺസിലറും ഹിന്ദു മസ്തൂർ സഭ ജില്ലാ പ്രസിഡന്റുമായ PO അബ്ദുൾ മുത്തലിഫ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. TCV തൃശൂർ. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിൽ നിന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കാൻ ഓടുന്ന പോലീസുകാരന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. പാലക്കാട് മുട്ടിക്കുളങ്ങര AR ക്യാമ്പിലെ മണികണ്ഠനാണ് സമൂഹമാധ്യമങ്ങളിലൂടെ കയ്യടി നേടുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് ഡ്രൈവറാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 15 മിനിറ്റോളം ബ്ലോക്കിൽ കിടന്നു. അപ്പോൾ പിന്നെ സാറ് നമുക്ക് വണ്ടിയുടെ മുന്നിൽ ഓടിക്കൊണ്ട് വഴി ക്ലിയർ ആക്കി തന്നു. 15 മിനിറ്റോളം എന്തായാലും ബ്ലോക്കിൽ കിടന്നുണ്ടാവും. അപ്പോൾ ആളത് കണ്ട് നമുക്ക് വഴി ക്ലിയർ ആക്കി തന്നു. ഇഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾക്കിടയിലൂടെ വിസിലടിച്ച് ഓടി നടന്ന് ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുകയാണ് മണികണ്ഠൻ. ദിനംപ്രതി 20-ലേറെ ആംബുലൻസുകൾക്കാണ് മണികണ്ഠൻ വഴിയൊരുക്കുന്നത്. പാലക്കാട് കോട്ടായി സ്വദേശിയായ മണികണ്ഠൻ 3 മാസം മുൻപാണ് പോലീസിൽ ചേർന്നത്. ഒരാഴ്ച മുൻപ് പുതുക്കാട് സ്റ്റേഷനിലെത്തിയ മണികണ്ഠന് ആമ്പല്ലൂരിലെ ഗതാഗത നിയന്ത്രണത്തിനായിരുന്നു ചുമതല. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് കണ്ട് ആദ്യമൊന്ന് പകച്ചുപോയെങ്കിലും ജീവനും കൊണ്ട് പാഞ്ഞുവരുന്ന ആംബുലൻസുകളെ വേഗത്തിൽ കടത്തിവിട്ടു തുടങ്ങിയതോടെ ജോലി ആവേശമായി മാറിയതായും മണികണ്ഠൻ പറഞ്ഞു. ജോലിയിൽ ചുരുങ്ങിയ കാലത്തെ പരിചയമേ ഉള്ളൂവെങ്കിലും തഴക്കം വന്നൊരാൾ ചെയ്യുന്ന രീതിയിലാണ് മണികണ്ഠന്റെ ഗതാഗത നിയന്ത്രണം. കർഷക കുടുംബത്തിലെ അംഗമായ മണികണ്ഠൻ പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള പല ജോലികളും ചെയ്തിട്ടുണ്ട്. ദിവസം 6 മണിക്കൂർ ജോലിയിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ വിശ്രമിക്കാൻ പോലും ഈ 33-കാരൻ നിൽക്കാറില്ല. TCV പുതുക്കാട്. ചേർപ്പ് കമന്റോ മുഖം തകർന്ന് വെള്ളം കയറിയതിൽ പ്രതിഷേധിച്ച് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സിവിൽ സ്റ്റേഷനിലെ ഇറിഗേഷൻ ഓഫീസറെ തടഞ്ഞുവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് ചേരുന്നു. അഭിജിത്ത്, ഉപരോധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് മറ്റു വിശദാംശങ്ങൾ?
പ്രിയങ്ക, നമുക്കറിയാം കഴിഞ്ഞ ദിവസമായി ശക്തമായി പെയ്ത മഴയിലാണ് കരുവന്നൂർ പുഴയുടെ ോട് ചേർന്ന് കമാൻഡോ മുഖത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നത്. ഇതിനെ തുടർന്ന് പ്രദേശവാസികളും നിരവധി നാട്ടുകാരുമെല്ലാം ചേർന്നിട്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. കാരണം സ്ഥിരമായ ഒരു തടയണയാണ് വർഷങ്ങളായി ഇവരുടെ ആവശ്യം. ഇത് നടപ്പിലാക്കാതെ വന്നതാണ് ഇത്തരമൊരു പ്രശ്നങ്ങൾക്ക് വീണ്ടും വഴിവെച്ചതെന്നായിരുന്നു പ്രധാന ആരോപണം. ഇതിനെ തുടർന്ന് ഈ തടയണ സംബന്ധിച്ചും വലിയ വിവാദമുണ്ടായിരുന്നു. ഇതിന് നിർമ്മാണം നടത്തിയത് അശാസ്ത്രീയമാണെന്നും ഇതിൽ അഴിമതി ഉണ്ടെന്നും ഒക്കെ ശക്തമായ ആരോപണം ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം മിനി സിവിൽ സ്റ്റേഷൻ ഉള്ളകാവിൽ സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഇത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും മറ്റും നേതൃത്വത്തിൽ ഇപ്പോൾ ഉപരോധിച്ചത്. ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് താൽക്കാലികമായി ഇപ്പോൾ തകർന്ന ഈ ബണ്ടിന് മുകളിൽ മണൽ നിറയ്ക്കുന്ന ഒരു നടപടിയും രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ താൽക്കാലികമായി ഉപരോധ സമരം അവർ അവസാനിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് ഈ കമാൻഡോ മുഖത്ത് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഇപ്പോൾ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് അവിടെയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ പ്രശ്നബാധിത പ്രദേശത്ത് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി അഭിജിത്ത്. ചേർപ്പ് കമാൻഡോ മുഖം തകർന്ന് വെള്ളം കയറിയതിൽ പ്രതിഷേധിച്ച് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ് സിവിൽ സ്റ്റേഷനിലെ ഇറിഗേഷൻ ഓഫീസറെ തടഞ്ഞുവെച്ചു. അധികൃതരെല്ലാം അവിടെ ചെന്നിട്ട് മറ്റ് നടപടികൾ ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് അഭിജിത്ത് നൽകിയത്. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,210 രൂപ, പവന് 73,680 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,488 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് കൌൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണിയുള്ളത്. എടത്തിരിഞ്ഞി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കയ്പമംഗലം ചെളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിലെ TKS പുരത്ത് 17 വയസ്സുകാരന് കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ. മേത്തല TKS പുരം സ്വദേശി രാഹുലിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.